ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് വിജി വേൾഡ്. ഇന്ന് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രണ്ട് കറികളുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയാക്കുന്നത്. പച്ചമാങ്ങ പെരുക്കും പഴമാങ്ങ പച്ചടി. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കറികളും അടുപ്പ് പോലും കത്തിക്കാതെ തയ്യാറാക്കാവുന്ന രണ്ട് കറികളാണ്. പക്ഷെ നമ്മളിവിടെ ഈ രണ്ട് കറികളിലും കുറച്ച് കടുകും മുളകും അതുപോലെ തന്നെ വേപ്പിലയും കൂടി താളിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറികൾക്ക് കുറച്ചും കൂടി ഒന്ന് സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്താക്കുന്നത്. അപ്പം ഇങ്ങനെയല്ലാതെ ഈ കറികളുടെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും മാത്രം ഇട്ടിട്ടും ഈ കറികൾ തയ്യാറാക്കാവുന്നതാണ്. സാധാരണയായിട്ട് ഊണിന് സൈഡ് കറികളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ രണ്ട് കറികളും. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടുന്ന രണ്ട് ഒഴിച്ചു കറികൾ, രണ്ട് സൈഡ് കറികളാണ് ഇത് രണ്ടും. നമ്മുടെ ഇവിടെയൊക്കെ ഈ കറികളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മോരും മെഴുക്കുരുട്ടി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട. എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് കണ്ടു നോക്കാം. നമ്മളിവിടെ ആദ്യം തന്നെ മാങ്ങാപ്പെരുക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മാങ്ങാപ്പെരുക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമാങ്ങ. അപ്പോൾ നമുക്ക് ഏത് മാങ്ങ വേണമെങ്കിലും മാങ്ങാപ്പെരുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് സാമാന്യം പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. മാങ്ങ നമ്മൾ അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇനി മാങ്ങാപ്പെരുക്കിക്ക് വേണ്ടത് കുറച്ച് മോരാണ്. അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം പുളിയുള്ള മോരാണ് എടുത്തേക്കുന്നത്. അത് ഒരു കപ്പ്, ചെറിയൊരു കപ്പ് മോരെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങാപ്പെരുക്കിക്ക് വേണ്ടത് മുളക് പൊടിയാണ്. നമ്മളിവിടെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങാപ്പെരുക്ക് തന്നെ ചിലർ മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർത്തിട്ടും അരച്ച് കാണാറുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് മുളക് പൊടി ചേർത്തിട്ട് അരയ്ക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഉപയോഗിക്കാം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലൊക്കെ പുത്തരി സദ്യയിലെ ഒരു വിഭവമാണ് ഈ മാങ്ങാപ്പെരുക്ക്. അപ്പോൾ അവിടെ നമ്മൾ മുളക് പൊടിയാണ് ഉപയോഗിക്കണ കണ്ടിട്ടുള്ളത്. ഉപ്പ് പിന്നെ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ രുചിക്ക് അനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന മാങ്ങയുടെ പുളിയും മോരിൻ്റെ പുളിയും അതുപോലെ നിങ്ങളുടെ വായയുടെ രുചിക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാം. പച്ചക്കടുക് ചേർത്തുള്ള അരപ്പാണ് മാങ്ങാപ്പെരുക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കടുക് വേണം. പിന്നെ ഇതിലേക്ക് വറുത്തിടാനായിട്ട് കടുകും മുളകും വേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങാപ്പെരുക്കിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അരമുറി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അമ്മിയിലൊക്കെ അരയ്ക്കാൻ സൗകര്യമുണ്ട് ആൾക്കാർ അങ്ങനെ തന്നെ അരയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്വാദ് കൂടുതലുണ്ടായിരിക്കും. ആദ്യം നമ്മൾ ഈ നാളികേരത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി മാത്രം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിന് പകരം കുറച്ച് മോര് ചേർത്തിട്ട് അരയ്ക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരം ഒരു പകുതി അരവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ മാങ്ങാപ്പെരുക്കിനുള്ള അരപ്പ് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നാളികേരമൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറുതായിട്ട് മാങ്ങാ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അത് പെരുക്കിനൊരു സ്വാദാണ്. പെരുക്കിന് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങാ കഷ്ണങ്ങളൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ നാളികേരം ആദ്യം ഒന്ന് ചതച്ചൊതുക്കിയെടുത്തതിന് ശേഷമാണ് മാങ്ങയും കടുകും അതുപോലെ തന്നെ ഉപ്പും ചേർക്കുന്നത്. അപ്പോൾ കടുകും വല്ലാണ്ട് അരിഞ്ഞ് കയ്പ്പരസം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് നമ്മളത് രണ്ടാമത് ചേർത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തേക്ക് പകർത്തിയിട്ട് അതിലേക്ക് ബാക്കിയുള്ള മോര് ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ വളരെ കുറച്ച് മോരാണ് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് മോരാണ് നമ്മൾ ആകെ എടുത്തത്. അപ്പോൾ അതിൽ ബാക്കിയുള്ള മോര് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് കലക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പെരുക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്.
പക്ഷെ നമ്മളിത് ഒന്നുകൂടി ഒന്ന് മോടി പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു വറവും കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് കടുകും മുളകും വേപ്പിലയും കൂടി താളിച്ച് ചേർക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ചെയ്യണില്ല. നമ്മുടെ രണ്ടാമത്തെ ഡിഷ്, അതായത് പഴമാങ്ങ പച്ചടിയും കൂടി റെഡി ആയതിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ചാണ് വറവ് ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ഡിഷിലേക്ക് കിടക്കാം, പഴമാങ്ങ പച്ചടി. നമ്മളിവിടെ ഒരു 5 നാട്ടുമാങ്ങയാണ് പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്നത്. ഇതിപ്പോൾ മാമ്പഴക്കൂട്ടാനൊക്കെ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ മാങ്ങയുടെ തോല് പൊളിച്ച് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള മാങ്ങ വേണമെങ്കിലും ഈ പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ നാട്ടുമാങ്ങയാണ് കൂടുതൽ സ്വാദ്. എന്തായാലും ഒരേ തരത്തിലുള്ള മാങ്ങ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സ്വാദ്. അപ്പോൾ ഇതുപോലെ മാമ്പഴത്തിൻ്റെ തോല് പൊളിച്ചെടുക്കുമ്പോൾ തോലിൽ നിറച്ച് കഴമ്പൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഇത്തിരി വെള്ളം ചേർത്ത് പിഴിഞ്ഞതാണ് ഈ കപ്പിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ പഴമാങ്ങ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് അരപ്പിനൊക്കെ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം ഈ മാങ്ങയുടെ നീര് തന്നെ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ പഴമാങ്ങ പച്ചടി ഉണ്ടാക്കുമ്പോൾ അത് കലക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ നീര് പിഴിഞ്ഞെടുത്തത് ഉപയോഗിക്കാം. ഈ പച്ചടിയുടെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 2 പച്ചമുളക്. അപ്പോൾ ഈ പഴമാങ്ങ പച്ചടിക്ക് മുളക് പൊടി ചേർക്കണേക്കാളും സ്വാദ് ഉണ്ടാവുക പച്ചമുളക് ചേർത്ത് അരയ്ക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചടിക്ക് അരയ്ക്കുമ്പോഴും പച്ചക്കടുക് ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, ഈ അരപ്പൊന്ന് ഉടച്ച് കലക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് നല്ല പുളിയുള്ള മോര്, പിന്നെ ഈ പച്ചടിക്ക് വറുത്തിടാൻ ആവശ്യമുള്ള കടുക്, മുളക്, വേപ്പില. ഇനി നമുക്ക് ഈ മാമ്പഴം ഒരു ചെറിയ കല്ല് ഉപയോഗിച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ മാമ്പഴത്തിൻ്റെ പൾപ്പ് പുറത്തേക്ക് കുറച്ചൊക്കെ വരും. അപ്പോൾ നമ്മുടെ കറിയുടെ എല്ലാ ഭാഗത്തും കുറേശ്ശെ ഇതിൻ്റെ പൾപ്പ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കറി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ ചതയ്ക്കാൻ ഉപയോഗിക്കണം, ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതയ്ക്കാൻ ഉപയോഗിക്കണം ചെറിയ ആട്ടുകല്ലിൻ്റെ ആ ഒരു കുഴ ഉപയോഗിച്ചിട്ടാണ് ഈ മാമ്പഴം ചതച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പച്ചടിക്ക് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് അരമുറി നാളികേരം, 2 പച്ചമുളക്, പിന്നെ ഈ മാമ്പഴത്തിൻ്റെ തോല് പിഴിഞ്ഞ അല്പം നീര്. അപ്പോൾ ഈ നീരിലാണ് നാളികേരം അരച്ചെടുക്കുന്നത്. ഇത് നാളികേരം ഇപ്പോൾ ഒന്ന് ചതച്ചൊതുക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി അരവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അരയ്ക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് ചതച്ച് വെച്ചേക്കണ മാമ്പഴത്തേക്ക് ചേർക്കാം. ഈ അരച്ച മിക്സിയുടെ ജാറ്, അതായത് അരപ്പ് കഴുകിയെടുക്കുന്ന വെള്ളം കൂടിയും നമ്മൾ ഈ പച്ചടിക്ക് ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. പച്ചടിക്ക് നല്ല മധുരം വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം. ഇപ്പം മാമ്പഴത്തിന് നല്ല മധുരമുള്ള മാമ്പഴമാണ്. പഞ്ചസാര വേണ്ടാന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് മധുരം ചേർക്കാം. നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ തോല് പിഴിഞ്ഞ് വെച്ചേക്കണ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ പച്ചടിക്ക് എടുത്ത് വെച്ചേക്കണ ഒരു ചെറിയ കപ്പ് മോരും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. മധുരത്തോടൊപ്പം തന്നെ എരിവും പുളിയുമുള്ള ഒന്നാണ് പഴമാങ്ങ പച്ചടി. നമ്മൾ മാമ്പഴമൊക്കെ പിഴിഞ്ഞു കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നമുക്ക് പഴമാങ്ങ പച്ചടി കൂട്ടി ഉണ്ണുമ്പോൾ ഉണ്ടാവും. ഇന്ന് നമുക്ക് ഈ പഴമാങ്ങ പച്ചടിക്കും അതുപോലെ തന്നെ മാങ്ങാപ്പെരിക്കും വേണ്ട കടുകും മുളകും അതുപോലെ തന്നെ വേപ്പിലയും കൂടിയും താളിച്ചെടുക്കാം. നിമിഷ നേരം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 2 നാടൻ വിഭവങ്ങളാണ് പച്ചമാങ്ങ പെരുക്കും പഴമാങ്ങ പച്ചടി. ഈ 2 വിഭവങ്ങളും വളരെയധികം സ്വാദുള്ള ഒന്നാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബായ്.